നിന്റെ അന്വേഷണങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ശത്രുവിനെ നിനക്കൊരിക്കലും കണ്ടെത്താനാവില്ല. ആർക്കും സംശയം തോന്നാതെ ശത്രുവിനെ നീ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ രവിയോടൊപ്പമുള്ള നിന്റെ ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായിരിക്കും. ആ സന്തോഷം എന്താണെന്ന് നിനക്ക് അനുഭവിക്കണ്ടേ ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി, താൻ ഉറങ്ങാതെ എന്തെടുക്ക? സാറ് സുഖമായി ഉറങ്ങാൻ ഞാൻ കാല് മസാജ് ചെയ്യായിരുന്നു. തന്റെ കണ്ണെന്തെന്ന് അറിഞ്ഞിരിക്കുന്നത്? ഇതുവരെയുള്ള നമ്മുടെ പ്രണയത്തെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സന്തോഷത്തോടെയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞതാ സാർ. താൻ ഡയറി എഴുതി തുടങ്ങിയപ്പോ മുതൽ തന്റെ ഭാഷാപ്രയോഗത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മതി, ഇനി താ ഉറങ്ങിക്കേ. പോയി കിടന്നുറങ്ങ്. കമാ. അപ്പൊ ഇല്ലെടുത്തോ. ആഹാ, ഇന്ന് ബാലം എന്നെ ഓവർടേക്ക് ചെയ്തല്ലോ. കുഞ്ഞു വന്ന ശേഷം എനിക്കങ്ങനെ പൂജാമുറി വരേണ്ടി വന്നിട്ടില്ലല്ലോ. താമസിച്ചപ്പോ ഞാൻ കരുതി. ഓ അത് സാരമില്ലെന്ന്. ശരിക്കും ഈ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാൻ ഏറ്റവും യോഗ്യൻ ബാലമ തന്നെയാ. ബാലമേ, എന്താ കുഞ്ഞെ? ഞാൻ ബാലമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ? ശരിയായ ഉത്തരം പറഞ്ഞു തരുമോ? അതെന്താ കുഞ്ഞിന് അങ്ങനെ ഒരു സംശയം? കുഞ്ഞു ചോദിക്കേ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായും പറഞ്ഞുതരാം. ഞാൻ രവി സാറിനെ പരിചയമായ ആ നാള് മുതല്, അല്ലെങ്കിൽ ഞാനിവിടെ വരുമ്പോഴൊക്കെ ബാലമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാലമ്മ ശരിക്കും ആരാണ്? എന്താണ് ഈ കുടുംബമായിട്ട് ബാലമ്മയ്ക്കുള്ള ബന്ധം? കേവലം ഒരു കാര്യസ്ഥന്റെ സ്ഥാനമല്ല ബാലമ്മയ്ക്ക്. അതിനപ്പുറം ഈ കുടുംബമായിട്ട് ബാലമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ട്. ബന്ധങ്ങളുടെ അളവുകോൽ കുഞ്ഞെങ്ങനെയാ കണക്കാക്കുന്നതെന്ന് എനിക്കറിയില്ല കുഞ്ഞ്. രക്തബന്ധങ്ങളെക്കാൾ വലുത് ഈ ലോകത്തൊന്നുമില്ലാന്ന് പറയുന്നത് വെറുതെയാ കുഞ്ഞ്. അതിനേക്കാൾ വലിയ പല ബന്ധങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ആരാണെന്നാണ് കുഞ്ഞിന് അറിയേണ്ടതെങ്കിൽ അതിനുത്തരവില്ല. ഈശ്വരന്റെ കൽപ്പന പോലെ അങ്ങ് ജീവിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞ് ആരാണെന്ന് ഞാൻ തിരികെ ചോദിച്ചാൽ കുഞ്ഞ് എന്തുത്തരം പറയും? രവിക്കുഞ്ഞിന്റെ ഭാര്യയാണെന്ന്, അല്ലേ? അത് കേവലം ഇവിടെ ജീവിക്കാനുള്ള ഒരു മേൽവിലാസം മാത്രമാണ്. അല്ലാതെ അതിന് വേറൊരു ഉത്തരമില്ല. ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ആ ചോദ്യം കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ എന്നെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ആരെന്ന ചോദ്യം. ഇനി കുഞ്ഞിന്റെ ഒരു സംശയം കൂടിയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര കാലമായെന്ന്. കാലത്തിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല കുഞ്ഞെ. ചിലപ്പോ കുഞ്ഞിന്റെ പ്രായത്തിന്റെ കണക്കും ഞാനിവിടെ വന്നതിന്റെ കണക്കും ഒന്നായെന്നും വരും. തീർന്നില്ലേ കുഞ്ഞിന്റെ സംശയങ്ങളൊക്കെ? സത്യം പറഞ്ഞ ബാലമ്മ പറഞ്ഞതിൽ പകുതിയെ എനിക്ക് മനസ്സിലായില്ല. ഇനി എനിക്ക് ഒരേ ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. തീർന്നില്ലേ? ഇനിയുണ്ടോ സംശയം? ചോദിച്ചോളൂ. ഈ നന്ദിനി നിലയം എന്ന വീട് അതെവിടെയാണ്? രാജനന്ദിനിയും രവി സാറും ഒരുമിച്ച് താമസിച്ച ആ വീടിനെ കുറിച്ച് എനിക്ക് അറിയണം. അത് എവിടെയാണ്? ഈ നാട്ടിൽ തന്നെയാണോ? അവിടെ ഇപ്പോഴും അങ്ങനെ ഒരു വീടുണ്ടോ? അവിടെ ആരൊക്കെയുണ്ട്? എല്ലാം എനിക്കറിയണം. കുഞ്ഞെ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ വീടിനെ കുറിച്ച് അറിയില്ല. കേൾവി മാത്രമേ ഉള്ളൂ. അതെന്താ? ബാലമ്മ ഇവിടെ വന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ? പിന്നെന്താ ആ വീടിനെ കുറിച്ച് അറിയാത്തത്? വർഷങ്ങളുടെ കണക്കും കുഞ്ഞിപ്പോ ചോദിച്ചതിന്റെ കണക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കുഞ്ഞെ. എല്ലാം ഒരു നിയോഗമാണ്. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നവർ. ആ